ബംഗാളി സാഹിത്യത്തിലെ വിശ്രുതനായ എഴുത്തുകാരൻ വിഭൂതിഭൂഷൺ ബന്ദ്യോപാധ്യായയുടെ അതിമനോഹരമായ ഒരു നോവലുണ്ട്, ആരണ്യക്. മലയാളത്തിൽ അതിൻ്റെ മനോഹരമായ വിവർത്തനം അതേ പേരിൽ വന്നിട്ടുണ്ട്. ആ നോവലിലെ ഒരു സവിശേഷ കഥാപാത്രമാണ് യുഗളപ്രസാദൻ. ജീവിച്ചിരുന്ന ആളാണ്. ആ കഥാപാത്രം നൽകിയ വിശിഷ്ടാനുഭൂതി വിഷ്ണുനാരായണൻ നമ്പൂതിരി ഒരു മനോഹരമായ കവിതയിലൂടെ നമ്മെ അനുഭവിപ്പിക്കുന്നു. കാനനവാസിയായ യുഗളപ്രസാദൻ രാത്രികളിൽ വെൺചന്ദ്രിക മൂടും നഗരത്തിലെത്തി മന്ദിരങ്ങളുടെ അങ്കണങ്ങളിൽ വളരുന്ന വിശേഷപ്പെട്ട സസ്യലതാദികൾ പറിച്ചെടുത്ത് മടിയിലൊതുക്കി പുലർകുങ്കുമം മുതിരും മുൻപ് കാട്ടിൽ മടങ്ങിയെത്തും. എന്നിട്ട് അവയൊക്കെ അവിടെ നട്ടുപിടിപ്പിക്കും. നിറമിഴിയോടെ കവി അയാളുടെ സുഹൃതമയമായ കർമ്മം കാണുകയാണ്. നീർമരുത്, പുന്ന, കുറുമൊഴി, ശേപാലിക, കുരവി, കദളി, കരിങ്കൂവളം എന്നിങ്ങനെ അനേകമനേകം സസ്യങ്ങളെ അയാൾ കാടുകളിൽ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ആരണ്യക ജർജരവേഷ പ്രാകൃത പാംസുസ്നാത എന്നൊക്കെയാണ് കവി യുഗളപ്രസാദനെ അഭിസംബോധന ചെയ്യുന്നത്. ആരണ്യകൻ എന്നാൽ കാനനവാസി, ജർജരവേഷനോ ജീർണ വസ്ത്രം ധരിച്ചവൻ, പാംസുസ്നാതൻ പൊടിയിൽ കുളിച്ചവൻ. ഈ സംബോധനകളിലൂടെ നമ്മുടെ മുന്നിൽ അയാൾ ഉയിരോടെ അവതരിക്കുന്നു. അയാൾ നട്ടുപിടിപ്പിച്ച സസ്യങ്ങൾ വൻമരങ്ങളായി പൂത്തു തളിർത്ത് ഇഷ്ടവസന്തനായി ചമയുന്ന വനലക്ഷ്മിക്ക് പുതുപുത്തൻ ആഭരണങ്ങൾ നൽകുകയാണ്. ഈ യുഗളപ്രസാദൻ ഒരു ദിനം പൊടിമണ്ണിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാനനം കാണുന്നത്. അയാൾക്ക് പക്ഷേ ഖേദമില്ല എന്നാണ് കവിക്ക് തോന്നിയത്. ഭൂമിക്ക് താൻ ചെയ്ത സേവനം അപ്രകാരമായിരുന്നുവല്ലോ. സ്വന്തം പ്രാണപടത്തെ അർച്ചനയായി അയാൾ ഭൂമിയിൽ സമർപ്പിച്ചുവല്ലോ. ഇന്ന് മഴുവേന്തും കരളുമായി മഴുപോങ്ങിയ കൈകൾ നിരക്കുമ്പോൾ അരുതരുതെന്ന് കെഞ്ചുന്ന കവി യുഗളപ്രസാദന്റെ സത്യമറിയുകയാണ്. തോക്കുപിടിക്കുന്നവനോ താക്കോൽക്കാരനോ അല്ല മണ്ണും ഉയിർപ്പും കരളലിവും കാക്കുന്നത് ഈ കാനനവാസിയെ പോലെയുള്ളവരാണ്. ജൂൺ 5 എന്ന ഈ പരിസ്ഥിതി ദിനത്തിൽ എൻ്റെ പ്രാർത്ഥന ഇതാണ്. അപൂർവമായിട്ടാണെങ്കിലും യുഗളപ്രസാദന്മാർ പിറക്കട്ടെ. അവർക്ക് മോഷണം നടത്തിയെങ്കിലും കാടിനെ കൂടുതൽ ഹരിതാഭമാക്കുവാൻ നഗരോദ്യാനങ്ങളിലെങ്കിലും ചെടികളുണ്ടാവട്ടെ.